ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടാറ്റയുടെ മാർക്കോ പോളോയുടെ ഏറ്റവും പുതിയ സ്റ്റാർ ബസ് പ്രൈം ആണ്. 24 സീറ്റുള്ള ഒരു ബസ്സാണിത്. ഇത് നമ്മുടെ സ്വന്തം ഇമ്പീരിയൽ ഹോൾഡേഴ്സിൻ്റെയാണ്. അപ്പോൾ ഇതിന്റെ വിശേഷമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കേച്ചർ ഡിസിമിയുടെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇതിന്റെ മുൻഭാഗത്ത് നോക്കുവാണെങ്കിൽ ഇതിന്റെ സ്റ്റോക്ക് എങ്ങനെയാണ് അതേപോലെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. രണ്ട് ഭാഗത്തും, അതായത് മിററിന്റെ ഒരു കൊമ്പ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വോൾവോയുടെ ആണ് വന്നിട്ടുള്ളത്. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് നോക്കിയതാണ്. ബാക്കിയുള്ള എല്ലാം സ്റ്റോക്ക് ആയിട്ടാണ് വന്നത്. ഇമ്പീരിയലിൻ്റെതായ രീതിയിലുള്ള ഒരു നെയിമിംഗ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന് മുന്നേ ഇമ്പീരിയലിന്റെ വണ്ടികളിലൊക്കെ കണ്ട അതേ രീതിയിലുള്ള നെയിമിംഗ് ആണ്. മുകൾ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 2 ഇൻഡിക്കേഷൻ ലാമ്പ് കാണാൻ പറ്റും, വലിയ വിൻഷീൽഡ് കാണാൻ പറ്റും. 2 ഭാഗത്തേക്ക് വൈപ്പ് ചെയ്യുന്ന വൈപ്പറാണ് കൊടുക്കുന്നത്. പിന്നെ മാർക്കോ പോളോയുടെ ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ടാറ്റയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു എയർ ഡാം ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് നോക്കുവാണെങ്കിൽ ഡുവലായിട്ടുള്ള ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. പിന്നെ താഴേക്ക് ഫോഗ് ലാമ്പിന്റെ പൊസിഷനും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഓവറോൾ കാണാൻ നല്ല സ്റ്റൈലും വണ്ടിയാണ്. ഇതിൽ സ്റ്റോക്ക് തന്നെ ഒരു ലിപ്പും കൂടി ആഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്, പക്ഷേ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഇത് ഈ ഒരു സ്റ്റോക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നേരെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഫുള്ളി AC വണ്ടിയാണ്. ഇത് ബ്രേക്ക് നോക്കുവാണെങ്കിൽ എയർ ബ്രേക്ക് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 24 സീറ്റാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയത്. സ്റ്റാർ ബസിന്റെ ബാഡ്ജിങ് നമുക്ക് ഇവിടെ കൊടുത്തത് കാണാൻ പറ്റും. പിന്നെ ഇതാ ഫുള്ളി കൂളിംഗ് ഒക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഇതിന്റെ എമർജൻസിയുടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. എമർജൻസി 2 സൈഡിലായിട്ടാണ് എമർജൻസി എക്സിറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഗ്ലാസും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വലിയൊരു ഡോറും ആയിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഇത് മാർക്കിംഗ് ലാംപ്സ് ഒക്കെ കൊടുത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫ്യൂവലിന്റെ ഓപ്പണിങ്ങും ഒരു ചെറിയൊരു ഡിക്കി സ്പേസും കൊടുത്തിട്ടുണ്ട്. സ്റ്റാർ ബസിന്റെ ബാഡ്ജിങ്ങും ഇവിടെ കാണാൻ പറ്റും. ഇനി ഇത് ടയർ സൈസ് നോക്കുവാണെങ്കിൽ 215/75 R17.5 ആണ് ടയർ വരുന്നത്. ഇവിടെ ഒരു വലിയൊരു ഇൻഡിക്കേറ്റർ ഇൻക്ലൂഡ് ആക്കിയത് കാണാൻ പറ്റും. പിന്നെ ഇത് സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. മിറേഴ്സ് ഒക്കെ ഈ രീതിയിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള മിറർ കൊടുത്തിട്ട് നല്ല വിസിബിലിറ്റി ഒക്കെ കിട്ടുന്ന രീതിയിലാണ്. പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്ത മിററും അത് ജസ്റ്റ് ഷോ ആണ്, അത്യാവശ്യമുള്ള ഒരു വ്യൂ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ വശങ്ങളിലുള്ളത്. ഇനി നേരെ പിൻഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഈ രീതിയിലാണ് ഇതിനകത്ത് മുകൾ ഭാഗത്ത് 2 മാർക്കിംഗ് കാണാൻ പറ്റും. മാർക്കിംഗ് ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. അതുപോലെ തന്നെ താഴത്ത് ബ്രേക്ക് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ടാറ്റയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഇമ്പീരിയൽ ഹോൾഡേഴ്സിന്റെ ഡീറ്റെയിൽസ്. ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. പിന്നെ ബ്രേക്ക് ലാംപ്സ് ഈ രീതിയിലാണ് ഇതിന്റെ ബ്രേക്ക് ലാംപ്സ് ഒക്കെ വന്നിട്ടുള്ളത്. ചെറിയൊരു ഡിക്കി സ്പേസും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്, ബൂട്ട് സ്പേസും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ താഴേക്ക് പോകുകയാണെങ്കിൽ സെൻസർ കാണാൻ പറ്റും, റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ലാമ്പ് വെക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ നോക്കുവാണെങ്കിൽ സ്റ്റെപ്പിന് ഇതിന്റെ താഴത്താണ് സ്റ്റെപ്പിന് കൊടുത്തിട്ട്. ഓവറോൾ നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് ഇതിന്റെ പിൻഭാഗത്തെ ഡിസൈനിങ് വന്നിട്ടുള്ളത്. മറുഭാഗത്ത് നോക്കുവാണെങ്കിൽ ഈ രീതിയിൽ തന്നെ ഗ്രാഫിക്സ് വന്നിട്ടുണ്ട്. പിന്നെ മാർക്കിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എയർ ഓപ്പറേറ്റർ ആണ് ഈ ഒരു ഭാഗത്ത് ഡോർ വന്നിട്ടുള്ളത്. ഇത് ഇവിടെ ഒരു എമർജൻസി ഓപ്പണിങ്ങിന്റെ ഒരു ബട്ടണും കൊടുത്ത് കാണാൻ പറ്റും. നമുക്ക് നേരെ ഉള്ളിൽ കയറാം. ഉള്ളിൽ കയറുന്നതിന് മുമ്പിൽ നമുക്ക് ഡ്രൈവർ ക്യാബിന്റെ കാര്യങ്ങളൊക്കെ പറയാം. ക്യാബിന് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു പാറ്റേണും കാര്യങ്ങളും ഈ ഒരു റെക്സിന്റെ കുഷനും കാര്യങ്ങളും മാത്രമാണ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇനി നേരെ ഡ്രൈവർ സൈഡ് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇനി നമുക്ക് ഡ്രൈവർ ക്യാബിന്റെ ഉള്ളിലുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ നോക്കാം. ഡോർ പാഡ് നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് ഡോർ പാഡ് വന്നിട്ടുള്ളത്. ഇവിടെ ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നേരെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് കട്ട് ഓഫ് ബട്ടൺ, മൊത്തം ഇതിന്റെ ബാറ്ററി കട്ട് ഓഫിന്റെ ഹസാർഡ്, അതുപോലെ തന്നെ എയർ ഡോറിന്റെ ഓപ്പണിംഗ് ക്ലോസും ആണ്. ഇത് റീസെറ്റ്, അത് നമ്മൾ നേരത്തെ പുറത്തുള്ള ഒരു ബട്ടൺ കണ്ടിട്ടുണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ റീസെറ്റ് ചെയ്യാനുള്ള കൺട്രോൾസും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇതും ഡോറിന്റെ കാര്യങ്ങളാണ്. ഇത് OBD2, പിന്നെ ഇത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസ് വന്നിട്ടുണ്ട്. പിന്നെ സീറ്റ് നോക്കുവാണെങ്കിൽ എയർ ആണ് സീറ്റ് വന്നിട്ടുള്ളത്. ഇതിന്റെ കുഷൻസ് ഒക്കെ എയറിന്റെ ഇതിലുള്ള രീതിയിലുള്ള കുഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഹെഡ്ലൈറ്റിന്റെ ഇതുണ്ട്. ഞാൻ അതിന് ഉള്ളിൽ കയറിയതിനു ശേഷം ബാക്കി കാണിക്കാം. അപ്പോൾ ഇതാ നമ്മളിത് ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഈ രീതിയിലാണ് സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ ഇത് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്താണ് ഇതിന്റെ സ്പീഡോമീറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് 140 വരെ സ്പീഡ് ഉണ്ട്. അതുപോലെ തന്നെ RPM കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നമ്മുടെ ഫ്യൂവലിന്റെ ഗേജും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ടെമ്പറേച്ചർ, വണ്ടിയുടെ ടെമ്പറേച്ചറും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്, ട്രിപ്പ് മീറ്റർ, അതുപോലെ തന്നെ വണ്ടിയുടെ പ്രഷറിന്റെ, അതായത് നമ്മൾ എയറിന്റെ ബ്രേക്കിന്റെ എയറിന്റെ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ എയർ ബ്ലൂന്റെ കാര്യങ്ങളൊക്കെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. 14 വോൾട്ട് വോൾട്ടേജും കാണിക്കുന്നുണ്ട്, അതായത് ബാറ്ററിന്റെ പവറും കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടൈമും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്മൂത്ത് ആയിട്ട് ചെറിയൊരു സ്റ്റിയറിംഗ് വീലാണ്, നല്ല രസമാണ് കേട്ടോ ഇരിക്കാൻ. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇത് ഇവിടെ ഒരു ചാർജിങ്ങിന്റെ ഇത് കാണാൻ പറ്റും. പിന്നെ ഇത് ഡോർ ഓപ്പണിന്റെ ഇൻഡിക്കേഷൻ രണ്ടും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മളുടെ AdBlueന്റെ ബട്ടൺസ് ആണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ഡ്രൈവിംഗ് മോഡ്സ് ആണ്. ഇത് ലൈറ്റ് മോഡും അതുപോലെ തന്നെ ഹെവി മോഡും, അങ്ങനെ 2 മോഡിലാണ് ഇത് ഓടിക്കാൻ പറ്റുന്നത്. നോർമൽ സ്ഥലങ്ങളിൽ ലൈറ്റ് മോഡ് ഓടിക്കാം, ഹെവി ആണെങ്കിൽ അത്യാവശ്യം ഹൈ റേഞ്ചിലുള്ള കാര്യങ്ങളൊക്കെ ഓടിക്കാം. പിന്നെ ബാക്കിയുള്ളത് ലൈറ്റ്സിന്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുള്ള സ്ഥാനങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്.
ഇനി നേരെ ഈ ഒരു സെന്ററിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇവിടെയാണ് മ്യൂസിക് സിസ്റ്റം. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ ഇത് ഇവിടെ ആഡ് ചെയ്തിട്ട് നമ്മൾ അതുപോലെ AC കൺട്രോൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗിയർ ബോക്സ് കൊടുക്കുകയാണെങ്കിൽ 5 സ്പീഡാണ് ഗിയർ ബോക്സ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതവിടെ ചെറിയ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഈ ബട്ടൺ നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇത് എഞ്ചിൻ ബ്രേക്ക് ആണ്. നമ്മൾ ഈ ഇതിലെ ഹിൽ ഡിസെന്റ് കൺട്രോൾ എന്നൊക്കെ പറയുന്ന സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കോ ഡ്രൈവർ സീറ്റ് ഈ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. നേരെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ മിറർ കൊടുത്തിട്ടുണ്ട്. ഫാനിന്റെ ഓപ്ഷൻ ഇവിടെ വന്നു. ക്യാബിൻ തിരിക്കാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല വിസിബിലിറ്റി കിട്ടുന്നത്. പിന്നിലുള്ളവർക്ക് വരെ നല്ല വ്യൂ കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് എവിടെ ഇരിക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് ഇതിന്റെ ഇന്റീരിയർ വന്നിട്ടുള്ളത്. നേരെ മുകൾ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു കമ്പനി തന്നെ വരുന്നതാണ്. ആ ഒരു സ്റ്റാൻഡേർഡ് എന്ന രീതിയിലാണ്, നല്ലൊരു കാണാൻ രസമുള്ള രീതിയിലാണ് മുകൾ ഭാഗമൊക്കെ വന്നിട്ട്. നല്ല ഹൈറ്റുമാണ്, നടക്കാനൊക്കെ എളുപ്പമാണ്. ഇതാ സ്മോക്ക് ഡിറ്റക്ടർ, അതുപോലെ തന്നെ നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സീറ്റിന്റെ പിന്നിലായിട്ടാണ് ഇൻവെർട്ടറും അതുപോലെ തന്നെ ഈ ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരെ ഇനി ഉള്ളിലേക്ക് പോകും അല്ലെ. സീറ്റ്സ് നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് സീറ്റ് വന്നിട്ടുള്ളത്. സീറ്റ്സിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ഹിഡൻ ആയിട്ടുള്ളൊരു ചാർജിങ്ങിന്റെ ഒരു ഓപ്ഷൻ കൊടുത്ത് കാണാൻ പറ്റും. ഇതാ 12 വോൾട്ട് ചാർജിങ്ങിന്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് ചാർജ് ചെയ്യാം. ഫോൺ മടിയിൽ തന്നെ വെക്കാം, അല്ലെങ്കിൽ കൈ തന്നെ പിടിച്ച് വേണമെങ്കിൽ ചാർജ് ചെയ്യാം. ഇതാ ഈ രീതിയിൽ 2-2 എന്ന രീതിയിലാണ് സീറ്റ് ചെയ്തത്. നടക്കാനുള്ള സ്പേസ് നല്ല രീതിയിലുണ്ട്, ലെഗ് സ്പേസും ഉണ്ട്. അതുപോലെ തന്നെ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത സ്പീക്കേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ പയനിയറിന്റെയാണ് സ്പീക്കർ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സബും കൊടുത്തിട്ടുണ്ട്, ഒരു ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനുള്ളിൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത്. പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് സീറ്റിന്റെ ഇത് വരുന്നത്. ചെറിയൊരു ഹൈറ്റ് വരുന്നുണ്ട്. അതൊരു ബൂട്ട് സ്പേസിന് വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. പിൻഭാഗത്ത് 5 പേർക്ക് ഇരിക്കാം, ബാക്കിയുള്ള റോയിലൊക്കെ 4 പേർക്ക് നല്ല ലാവിഷായി ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നിൽ നിൽക്കുന്നവർക്ക് വരെ മുന്നിലേക്കുള്ള വ്യൂ നല്ല രീതിയിൽ കാണാം. അതുകൊണ്ട് ട്രാവലിങ്ങിനൊക്കെ അടിപൊളിയായിട്ട് ഇതായിരിക്കും. അങ്ങനെ വോമിറ്റിംഗ് സെൻസേഷനും കാര്യങ്ങളൊക്കെ കുറയും. നേരെ മുകളിൽ ഇതാ AC കൺട്രോൾസ് ഈ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഓവറോൾ കാര്യങ്ങളുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഓടിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് വന്നിട്ടുണ്ട്. വണ്ടി ഓടിക്കാനൊക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ യാത്ര ചെയ്യാനും ഭയങ്കര സുഖമാണ്. നല്ല അടിപൊളി സസ്പെൻഷൻ ആണ്. പിന്നെ ബ്രേക്കിൻ്റെ കാര്യങ്ങളൊക്കെ എയർ ബ്രേക്ക് ആണ്, സേഫ് ആണ്. പിന്നെ അതുപോലെ തന്നെ ക്ഷീണമൊന്നും ഉണ്ടാവില്ല, കാരണം ലെഗ് സ്പേസും ഹെഡ് റൂമും ഒക്കെ നല്ല രീതിയിലുണ്ട്. പിന്നെ ഉള്ളിലൂടെ നടക്കാനുള്ള സ്പേസൊക്കെ അടിപൊളിയാണ്. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് കാര്യങ്ങളാണ് ഈ ഒരു ടാറ്റ ഈ ഒരു മാർക്കോ പോളോ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഇമ്പീരിയർ ഹോളിഡേസിന് എല്ലാ സീറ്റ്സും അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പാക്കേജിനും കാര്യങ്ങളൊക്കെ ഇവരായിട്ട് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വിളിച്ചാൽ മതി. എല്ലാ അറേഞ്ച്മെന്റ്സും ഇവർ ചെയ്തു തരും. അപ്പോൾ ഇത്രയൊക്കെയാണുള്ളത് ഈ ഒരു മാർക്കോ പോളോ സ്റ്റാർ പ്ലസ് പ്രൈമിന്റെ വിശേഷങ്ങളിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊടിച്ചു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.